എസ് വിജയകുമാർ. അദ്ദേഹം ഇവിടുത്തെ അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഡിറ്ററാണ്, നമ്മുടെ വാർത്താ അവതാരകൻ കൂടിയാണ്. വിജയകുമാറിനും എന്തോ അങ്ങനെക്കുറിച്ചൊരു അങ്ങോട്ട് ഒരു ചോദ്യം ചോദിക്കാനുണ്ട്. സാർ നമസ്കാരം. എനിക്ക് ചോദിക്കാനുള്ളത് ഒന്ന്, ഗവർണർഷിപ്പിന് ശേഷം സജീവ രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായ പലരും നമ്മളുടെ കൂടെയുണ്ട്. ഇപ്പോൾ കുമ്മനം രാജശേഖരനൊക്കെ തെരഞ്ഞെടുപ്പിൽ തന്നെ മത്സരിച്ചിട്ടുണ്ട്. ഒരു സാധ്യത അതാണ്. അപ്പോൾ താങ്കളുടെ രാജ്ഭവനിലെ ടേം അവസാനിച്ച ശേഷം ഞങ്ങൾ CV ആനന്ദബോസിനെ എവിടെയാണ് പ്രതീക്ഷിക്കേണ്ടത്? ഒന്ന്, കേരളത്തിലെ സജീവ രാഷ്ട്രീയത്തിലാണോ, അതല്ലെങ്കിൽ ജഗദീപ് ധൻഖർ ബംഗാളിൽ താങ്കൾക്ക് മുൻഗാമിയായിരുന്നു, അവിടെ ഏതാണ്ട് മമതാ സർക്കാരുമായി നിരന്തരം ഏറ്റുമുട്ടലൊക്കെ തന്നെയായിരുന്നു. പിന്നീട് അദ്ദേഹത്തെ നമ്മൾ കാണുന്നത് ഉപരാഷ്ട്രപതി എന്ന നിലയിലാണ്. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങളിൽ താങ്കൾക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ടോ? സജീവ രാഷ്ട്രീയത്തിലേക്ക് കേരളത്തിലേക്കോ അല്ലെ ഇന്ത്യയുടെ സജീവ രാഷ്ട്രീയ ഭൂമിയിലേക്ക് താങ്കൾ ഉണ്ടാകുമോ, അതല്ല മറ്റൊരു ഭരണഘടനാ പദവിയിലേക്കായിരിക്കുമോ താങ്കൾ പോവുക? എന്താണ് ഈ ഗവർണർഷിപ്പിന് ശേഷം CV ആനന്ദബോസ് എന്ന രാഷ്ട്രീയക്കാരനോ വ്യക്തിയോ ഏത് നിലയിൽ ഞങ്ങൾ കാണണം താങ്കളെ? അതൊരു എക്സ്റ്റൻഷൻ ആയിരിക്കുമോ? അതിൻ്റെ ഒരു ഉത്തരം ഒരു കവി പറഞ്ഞു കഴിഞ്ഞു, ഒരു നിശ്ചയമില്ല ഒന്നിനും, വരും ഓരോ ദിശ വന്ന പോലെ തിരിയാ പോലെ രാജ്ഭവനിൽ വരുമെന്നുള്ളതാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നമുക്ക് സജീവ രാഷ്ട്രീയത്തിലേക്ക് വരിക നമ്മളുടെ ചോയ്സ് ആയിരിക്കും. അങ്ങ് വളരെ ദൈനംദിന രാഷ്ട്രീയ രംഗത്തെ പ്രശ്നങ്ങളിലൊക്കെ തന്നെ ബംഗാളിൽ ഇടപെട്ട് തുടങ്ങിയതിനു ശേഷം കേരളത്തിലൊരു ധാരണ ചെറുതായിട്ട് പച്ചപിടിച്ച് വരുന്നുണ്ട്. CV ആനന്ദബോസ് കേരളത്തിലേക്കായിരിക്കും ഈ രാജ്ഭവനിലെ പദവിയൊക്കെ കഴിഞ്ഞാൽ വരിക, സജീവമായ രാഷ്ട്രീയത്തിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. അങ്ങനെയെങ്ങാണോ അങ്ങ് ആഗ്രഹിക്കുന്നുണ്ടോ, അതോ അപ്പോഴും ഒരു നിശ്ചയമില്ല ഒന്നിനും എന്ന അവസ്ഥയാണോ? അതിൻ്റെ ആദ്യ ഭാഗം ശരിയാണ്. ഞാൻ കേരളത്തിലേക്ക് തന്നെയായിരിക്കും വരുന്നത്. ആണല്ലേ? രാഷ്ട്രീയത്തിൻ്റെ കാര്യം ഞാൻ അങ്ങ് ചോദിച്ചുകൊണ്ട് പറയുകയാണ്. 2014 അന്ന് ഇപ്പോഴത്തെ പ്രധാനമന്ത്രി മുഖ്യമന്ത്രിയായിരുന്നു ഗുജറാത്തിൻ്റെ. അന്ന് അദ്ദേഹം എന്നെ വിളിപ്പിച്ചു, എന്നോട് പറഞ്ഞു കൊല്ലത്ത് തെരഞ്ഞെടുപ്പിൽ നിൽക്കണം. അപ്പോൾ അദ്ദേഹത്തോട് ഞാൻ പറഞ്ഞു, താങ്ക് യു ഫോർ ദ ട്രസ്റ്റ് ആൻഡ് കോൺഫിഡൻസ് റീപോസ് ഇൻ മീ. ഐ എം നോട്ട് എൻ എലക്ഷൻ മെറ്റീരിയൽ. ഇപ്പോഴും ഞാൻ ആവർത്തിക്കുന്നു, ഐ എം നോട്ട് എൻ എലക്ഷൻ മെറ്റീരിയൽ. അതെന്താ അങ്ങ് ഞങ്ങളുടെയൊക്കെ ഒരു നിരീക്ഷണത്തെ അങ്ങ് നല്ലൊരു മെറ്റീരിയലാണ് പ്രോപ്പറായിട്ട് യൂസ് ചെയ്താൽ? എനിക്ക് കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് എല്ലാവരും എനിക്കൊരുപോലെയാണ്. എനിക്കങ്ങനെ ഒരു ഒന്നിലേക്ക് ചുരുങ്ങാൻ എനിക്ക് താല്പര്യമില്ല. വോട്ട് ചെയ്യുന്നത് ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിക്കാണ്, എൻ്റെ മാനസികമായ അടുപ്പം ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടിയോട് കാണും, അതൊരു പൗരൻ എന്ന നിലയിലാണ്. പക്ഷേ ഒരു വ്യക്തി എന്ന നിലയിൽ രാഷ്ട്രീയത്തിന് അതീതനായി നിൽക്കാനാണ് താല്പര്യം.